ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണേ. ശനിയാഴ്ച മോന് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ അങ്ങ് എഴുന്നേറ്റ് ആദ്യം തന്നെ ഈശോ എടുത്ത് ലൈറ്റ് അങ്ങിടും. ഇട്ടിട്ട് വന്ന് കതവ് അങ്ങ് തുറക്കും. ഫ്രണ്ടിലത്തെ കതവ് തുറന്ന് കുറച്ച് നേരം സിറ്റൗട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കും. എനിക്ക് രാവിലെ എഴുന്നേറ്റാലും പിന്നെയും കുറച്ച് നേരം കൂടെ ഒന്നിരുന്ന് റിലാക്സ് ആവണം, അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഭയങ്കര സൈലൻസാണ്, ഒരു ചെറിയ തണുപ്പുണ്ട്. പിന്നെ റോഡിൽ കൂടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം, പാല് മേടിക്കാനും പിന്നെ മീൻ വണ്ടിയും മീനെടുക്കാൻ പോകുന്ന ചേച്ചിമാരെയും എല്ലാം ഇങ്ങനെ കാണാവേ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം. നമ്മുടെ ഒരു ഉറക്കമൊക്കെ നമ്മളങ്ങ് മറക്കും. ആ ചെറിയ തണുപ്പും പിന്നെ കുറേ നേരം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ജോലിയൊന്നും നടക്കത്തില്ല. അങ്ങനെ എൻ്റെ മുടിയൊക്കെ അങ്ങ് ചീപ്പി കെട്ടിയിട്ട് ആ 2 വാല് പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട്. ഇങ്ങനെ കെട്ടി നെറ്റ് കയറിപ്പോകുന്നതിന് ഒരു പരിധിയില്ല. എന്നിട്ട് പിന്നെ പുറത്ത് പോയി പാല് പിടിക്കാൻ പോകുന്ന ആരെ കണ്ടോ, എന്നിട്ട് പിന്നെ പോയി പല്ലൊക്കെ അങ്ങ് തേക്കാമെന്ന് വിചാരിച്ച് ബ്രഷൊക്കെ എടുത്തുകൊണ്ട് വന്ന് പല്ല് തേപ്പും അങ്ങ് നടത്തി. കുറച്ച് നേരം അവിടെ നിന്ന് 5 മണിക്ക് എണീറ്റാലും 5:30 ആവും അടുക്കളയിൽ കയറാൻ. പല്ല് തേപ്പും ഫ്രഷ് ആവലും എല്ലാം കൂടി. അങ്ങനെ പല്ല് തേച്ചിട്ട് പിന്നെ ഫേസ് വാഷ് ഇട്ട് മുഖവും കൂടെ ഒന്ന് കഴുകി. അപ്പോഴത്തേക്ക് നമ്മുടെ ഉറക്കമൊക്കെ അങ്ങ് പോകും കേട്ടോ. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, പിന്നെ ഉറക്കമൊന്നും വരത്തില്ല. ഈ രാവിലെ ഒത്തിരി നേരം കിടന്നുറങ്ങുന്നതിനെക്കാട്ടി എനിക്ക് തോന്നും കുറച്ച് നേരത്തെ എണീറ്റ് നമ്മുടെ ജോലിയെല്ലാം അങ്ങ് കഴിയുകയും ചെയ്യും പെട്ടെന്ന്. എനിക്ക് ഏർലി മോർണിംഗ് എണീക്കുമ്പോഴാണ് എൻ്റെ ജോലിയെല്ലാം പെട്ടെന്ന് കഴിയുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഒരു 8 മണി 8:30 വരെ കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റ് ഓരോ ജോലി ചെയ്യുമ്പം അത് തീരാൻ കുറച്ച് പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ ചൂടും കൂടെ പിന്നെ പറയണ്ട. ഇത്രയും മഴ പെയ്യേണ്ട സമയത്ത് എന്തോ ഒരു ചൂടായല്ലേ. കൊല്ലത്തൊന്നും തീരെ മഴയില്ല. പിന്നെ നമുക്ക് മഴ പെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മഴ പെയ്താൽ വടക്കൻ ജില്ലകളിൽ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ. അങ്ങനെ ആ അടുക്കളയിൽ വന്ന് ജനലൊക്കെ തുറന്നപ്പോഴാണ് ദാണ്ടെ ഞാൻ അപ്പത്തിന് അരച്ച് വെച്ച മാവ് കഴിഞ്ഞ ഒരാഴ്ച വരെ എൻ്റെ മാവ് പൊന്തുന്നില്ലെന്നും പറഞ്ഞായിരുന്നു എനിക്ക് സങ്കടം. അപ്പോഴത്തെ ചേച്ചി ഇത്തേക്ക് എനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെ അരയ്ക്കേണ്ടതെന്ന്. അങ്ങനെ അരച്ച് വെച്ചപ്പോൾ ദാണ്ടെ മൊത്തത്തിൽ പൊന്തിപ്പോയി. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. ആ ഒരു അടുക്ക് പാത്രം ഞാൻ ഇന്നലെ തലേന്ന് ജ്യൂസ് കുടിച്ചിട്ട് കഴുകാതെ അവിടെ ഇട്ടിരുന്നതാണ്. എല്ലാം ഒതുക്കിയതിന് ശേഷമാണ്. എന്നിട്ട് ദാണ്ടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ അതിനും കുറച്ച് സമയം എടുത്ത്. നമ്മളത് അവിടെ ഇട്ടിട്ട് പോയാൽ അതവിടെ കിടന്ന് കട്ടി പിടിക്കത്തേ ഉള്ളൂ, പിന്നെ അത് ഇരട്ടിപ്പണിയാവും. പിന്നെ അതെല്ലാം ഒരു തുണിയെടുത്ത് ഗ്യാസിൻ്റെ പുറമെല്ലാം തുടയ്ക്കുന്ന ഒരു തുണിയെടുത്ത് അതിനകത്തോട്ട് ഇട്ട് തുടച്ച് വാരി എല്ലാം എടുത്ത് കുറച്ച് സമയം എടുത്തത്. നല്ലോണം പൊന്തിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ പൊന്തിപ്പോകുന്ന അതിൻ്റെ ഗുണം മൊത്തം പോയി. അങ്ങനെ ഞാൻ അവിടെ എല്ലാം അങ്ങ് തുടച്ചെടുത്ത്. രാവിലെ ജോലിയില്ലെങ്കിൽ നമുക്ക് ഇരട്ടിപ്പണി എവിടെന്നെങ്കിലും ഒക്കുമല്ലോ. അങ്ങനെ ഇന്ന് ഒത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കട്ടൻ ചായക്ക് അങ്ങ് വെച്ച്. ഇവിടെ രാവിലെ എല്ലാവരും കട്ടൻ ചായ ആയിട്ടാണ് കുടിക്കുന്നത്. ഞാൻ ആ ഒരു ശീലം കൊണ്ടുവന്നത്. പാൽ ചായ കുടിക്കുമ്പം വയറ്റിനകത്ത് എന്തോ ഒരു എരിച്ചിൽ പോലെ തോന്നും. അത് കാരണം കട്ടൻ ചായയാക്കി. പിന്നെ ഞാൻ തലേനെ അങ്ങ് അവിയലിനരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അങ്ങ് അടുപ്പിലോട്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നാക്കിന് കൊളുത്ത് വീഴുമെന്ന് തോന്നുന്നു. കുട്ടിക്ക് അക്ഷരസ്ഫുടത തീരെ ഇല്ല ഇല്ലേ. പോട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമെല്ലാം കട്ടൻ ചായക്ക് വെച്ച് വെള്ളമെല്ലാം തിളച്ച് വന്ന് അതിനകത്തോട്ട് നമ്മുടെ തേയിലപ്പൊടി അങ്ങിട്ട്. എന്നിട്ട് താണ്ടെ ആ ഒരു കപ്പ് എൻ്റെയാണ്. അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ച് മധുരം ഇല്ലാതാണ് അത് ഒഴിച്ച് വെച്ചേക്കുന്നത്. കട്ടൻ ചായ മാത്രം ഞാൻ മധുരം ഇല്ലാതെ കുടിക്കും, ബാക്കിയെല്ലാം മധുരം ഇട്ടും കുടിക്കും. ബാക്കിയുള്ളവർക്ക് പഞ്ചസാരയും ചേർത്ത്. ഞാൻ അവിയലിൻ്റെത്
അടച്ച് വെക്കാനെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ, ആ വെള്ളം തിളച്ച് വരുന്ന കാണാൻ പറ്റത്തില്ല. അത് തിളയ്ക്കുന്ന കാണുമ്പോഴാണ് ഞാൻ പിന്നെ അതങ്ങ് അടച്ച് വെക്കുന്നത്. എന്നിട്ട് ഞാൻ തലേനെ ഗ്രീൻ പീസ് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഗ്രീൻ പീസ് കറി വെച്ചിട്ട്. അതിനകത്തോട്ട് ഒരു കിഴങ്ങും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുക്കറി വെച്ചു. ആ അരച്ചെടുത്തത് അവിയലിനുള്ള അരപ്പാണ്. തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും 2 കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ട് 3 അടി അടിച്ച്, എന്നിട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് അതങ്ങനെ അങ്ങ് അടച്ച് വെക്കും. ഞാൻ അന്നേരം അങ്ങ് മിക്സ് ചെയ്യത്തില്ല, അങ്ങനെ അങ്ങ് അടച്ച് വെക്കും. ഇതൊക്കെ ഇവിടെ അമ്മമാർ ചെയ്യുന്ന കണ്ടുപഠിച്ചതാണ്. കല്യാണം കഴിക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടി ഏതാ മല്ലിപ്പൊടി ഏതാന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇപ്പം നമ്മൾ വേണമെങ്കിൽ ഒരു സദ്യ വേണമെങ്കിലും ഉണ്ടാക്കാം. തള്ളു. അങ്ങനെ അവിയലങ്ങ് റെഡിയായി. അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിനൊന്ന് അടച്ച് വെക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. നമ്മുടെ കുക്കർ കൂട്ടം ചീറ്റി ഗ്രീൻ പീസ് കടല വേവിച്ചെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാൻ എടുത്ത് വെച്ച് കടുകിട്ട് പൊട്ടിച്ച് ഒരു സവാള അരിഞ്ഞാണ് ഞാൻ ഇട്ടത്. ഇപ്പുറത്ത് നമ്മുടെ മീൻകറിക്കുള്ള അരപ്പെല്ലാം തയ്യാറാക്കിയിട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് പാരയെന്ന് പറഞ്ഞ മീനാണേ. എൻ്റെ എന്തോ പേര് എനിക്കമ്മ ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ കമൻറ്റ് ചെയ്തായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. അങ്ങനെ മീനൊക്കെ പറക്കി ഇട്ട് കൊടുത്തു. അതവിടെ കിടന്ന് തിളച്ച് കറിയാവുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് കടലയുടെ ഇത് ഞാൻ അതിൻ്റെ പാലെല്ലാം വറുക്കാനങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത്. അതാണ് നമ്മുടെ ഗ്രീൻ പീസ് കടലയുടെ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി. അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഞാനെന്തിനായിരുന്നു പറയുന്നത്, ചുമ്മാ പറഞ്ഞേക്കാന്നേ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. എന്നിട്ട് ഞാനകത്തോട്ട് തേങ്ങ മാത്രം അരച്ചരപ്പാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കുക്കർ വേവിച്ച് വെച്ചതെല്ലാം കൂടെ ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചെടുത്താൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി റെഡിയാകും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ ഇടുന്ന സമയത്ത് ക്യാരറ്റും കൂടി ഇടാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ മാവെല്ലാം ഉപ്പിട്ട് കലക്കിയെടുത്ത് അതും അങ്ങ് ചൂടാൻ വെച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിയൊക്കെ നല്ല പറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി ചാറ് കൂടിയിരിക്കണം. എനിക്ക് കറി അഥവാ തികഞ്ഞില്ലയോന്നോ അങ്ങനൊരു സംശയം വരും. എനിക്കെല്ലാം ഇച്ചിരി തോനെ വേണം. എന്നിട്ട് താണ്ടേ എൻ്റെ പുത്രൻ സ്കൂളിലോട്ട് പോന്നു. മോനെ ഒരുക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം അച്ചാച്ചനാണ്. എനിക്ക് ആ ഒരു ജോലി മാറിക്കിട്ടും. 6 മണിയാകുമ്പോഴത്തേക്കും അച്ചാച്ചൻ എണ്ണീറ്റ് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. എനിക്ക് കുക്കിംഗ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അവൻ്റെ ലഞ്ച് ബോക്സും ഞാൻ പിന്നെ ഇതൊരു ഉമ്മതരൽ സംഗമമാണ്. പോകുന്നതിന് മുന്നേ ഒരു 100 ഉമ്മ തന്ന് കെട്ടിപ്പിടിച്ച് ആ റോഡിൽ ആ ഗ്രില്ല് കഴിയുന്നവരെ ഞാൻ അവിടെ നിൽക്കണം. ആ വണ്ടി അവിടം വരെ പോകുന്നവരെ അവിടെ നിൽക്കണം. ഇപ്പോഴത്തെ അമ്മമ്മ മുറ്റം തൂക്കുന്ന സീനാണ് ഇത്. അമ്മമ്മ അറിയുന്നില്ലല്ലോ അമ്മമ്മ യൂട്യൂബിൽ കയറിയെന്ന്. ഇങ്ങനെ ടാറ്റ പറഞ്ഞ് ആ വളവ് പോകുന്നവരെ ഞാൻ അവിടെ നിൽക്കണം. ഇത് സ്ഥിരം കലാപരിപാടി. ഒരു കൈ വെച്ച് ഉമ്മ കൊടുത്ത് പോരാൻ ഫ്ലൈയിങ് കിസ്സും എല്ലാം എനിക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടേ. പിന്നെ നമ്മൾ നേരെ അങ്ങ് അടുക്കളയിലോട്ട് വന്ന് ഇനി അച്ചാച്ചനെ പറഞ്ഞു വിടണമല്ലോ. ഇത് ഞാൻ മോര് കാച്ചാൻ വേണ്ടിയാണ്. ഞാൻ കുറച്ച് മുളക് പൊടി ഇടും. കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട്
കുറച്ച് മുളക് പൊടിയും കൂടി ഇടും. അപ്പോൾ അതിന് വേറൊരു കളറാണ്. നമ്മുടെ അപ്പം അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. ആ വലിയ കുക്കറിൽ ഇരിക്കുന്നത് ചോറാണ്. ചോറ് ഇവിടെ എപ്പോഴും തലേന്ന് രാത്രിയിലാണ് വെക്കുന്നത്. രാത്രി വെച്ചിട്ട് രാവിലെ നമ്മൾ ചൂടാക്കി എടുക്കും. അപ്പോഴത്തേക്ക് സിങ്കിലൊരു കുന്നു പാത്രമായി. അതെല്ലാം കഴുകി വാരിയെടുക്കുമായിരുന്നു. പാത്രം കഴുകുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് എനിക്കത് വലിയൊരു സീനല്ല. അങ്ങനെ പാത്രവും കഴുകി ആ ഗ്യാസ് സ്റ്റൗ എല്ലാം തുടച്ചപ്പോഴത്തേക്കും എൻ്റെ ജോലി തീർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ കുട്ടി ഇവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ടേ നിൽക്കത്തേ ഉള്ളൂ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കാണുന്നവർ. പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.